ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ പാലപ്പമായിരുന്നു. ഈ പാലപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി നല്ല കോംബോ ആണ്. ആ ചിക്കൻ്റെ ആ ഒരു ചാറിൽ ഇങ്ങനെ പാലപ്പം ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ആ ഒരു കളർ തന്നെ കണ്ടോ, അത് തന്നെ കാണുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ രാവിലെ കഷ്ടപ്പെട്ടിരുന്ന് ചിക്കൻ കറി വെച്ചു ഇത് കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ, അപ്പം അതും ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് തോരൻ വെച്ചു. അതായത് ബീട്രൂട്ടും ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് ഒരു സിമ്പിൾ തോരൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ ചിരണ്ടിയത് ആഡ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ഞാൻ മാറ്റി വെച്ചൊന്ന് ചൂടാക്കി. പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് ചാമ്പങ്ങ അതുപോലെ തന്നെ കാന്താരി ഉണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ ഉപ്പിലിട്ട് വെക്കില്ലേ, അപ്പോൾ ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് തിളപ്പിച്ചാറ്റി വെള്ളം എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് അടച്ചു വെച്ചു. പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് തന്നെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് ജസ്റ്റ് എടുത്താൽ മതി. ഇത് നമ്മൾ ലൂബിക്ക ഉപ്പിലിട്ടാണ്. അത് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. അത് നല്ലതായിട്ട് അലുത്തായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ അലുക്കാനുണ്ട്. എനിക്ക് കുറച്ചുകൂടെ അലുത്താലാണ് ഇഷ്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ, നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസമൊക്കെ പെയ്യുന്ന ആ ഒരു മഴയിൽ നല്ല ഫോഴ്സിൽ അതുപോലത്തെ നല്ല മഴ ഒരു അരമുക്കാൽ മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടി. കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ആ മണ്ണിലോട്ട് ആ ഒരു വെള്ളം വീഴുമ്പോഴുള്ള ഒരു മണമൊക്കെ ഉണ്ടല്ലോ, മണ്ണിൻ്റെ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞാനും സായും കുറേ നേരം മഴയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. സായു ഇതാണ്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൻ്റെ ഒന്ന് രണ്ട് മഴയൊക്കെ കഴിഞ്ഞായിരുന്നു. ഞാനിപ്പോൾ സായു എന്ന് വിളിച്ചപ്പോൾ അവൻ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ആളിവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം മഴയൊക്കെ നോക്കിയിരുന്നു. പിന്നെ മഴ കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാൻ തോന്നി. നല്ല മഴയത്ത് വീട്ടിലിട്ടില്ല, പുറത്ത് പോയി കുടിക്കാൻ തോന്നി. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ എടുത്തൊരു ചെറിയ ക്ലിപ്പാണ് അത്. അവിടെ ഞാൻ ഫോൺ വെച്ചേക്കാണ്, അവനത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ നല്ല ചായയും അതുപോലെ തന്നെ ഉഴുന്നുവടയും പിന്നെ ഏത്തക്കാപ്പും ആട്ടോ മേടിച്ചത്. ഉഴുന്നുവടയും ഏത്തക്കാപ്പും നല്ല ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല മുരിഞ്ഞിരുന്ന് നല്ല ഉഴുന്നുവടയായിരുന്നു. സായുവിന് നമ്മൾ ഉഴുന്നുവട കൊടുത്തു, അവന് ഇഷ്ടമാട്ടോ ഉഴുന്നുവട. അപ്പോൾ ഉഴുന്നുവടയും ചായയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. കണ്ടോ, അവന് ഞാൻ കൊടുക്കുകയാണ്, അവനിഷ്ടമാണ്. നല്ല ചായ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ഏത്തക്കാപ്പവും കൂടെ മേടിച്ചു. ഞങ്ങളങ്ങനെ എപ്പോഴും ഒന്നും ചായ കുടിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തോന്നും ഒന്ന് ചായ കുടിച്ചാലോ, അപ്പോൾ ചിലപ്പോൾ പുറത്ത് പോയേ കുടിക്കാറുള്ളൂ. മിക്കവാറും വീട്ടിൽ മേടിച്ച് വെച്ച് ഉണ്ടാക്കുന്നത് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഈ പഴംപൊരിയൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടാണ് നമ്മളത് കഴിച്ചത്. ചായ പക്ഷേ വലിയ രസമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നല്ല ടേസ്റ്റ്. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ ഷാനിൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായയും ബിസ്ക്കറ്റും പിന്നെ പക്കാവടിയൊക്കെ തന്നായിരുന്നു. പിന്നെ അമ്മ ചായ ഇട്ടതുകൊണ്ട് ഞാൻ ഒരു ചായയും കൂടെ കുടിച്ചു. ടോട്ടൽ ഇന്ന് 2 ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഡിന്നറിന് ഞാൻ മാഗി ആട്ടോ ഉണ്ടാക്കിയത്. മഴയൊക്കെ മാറി നിൽക്കുവാണല്ലോ, എപ്പോഴും മഴയൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് മാഗിയാണല്ലോ കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ടൊരു മാഗി റെസിപ്പി ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.